തെറ്റായ ഒരു കർമ്മമാണ്. അവർ പറയുന്നു, നിങ്ങൾക്ക് നിറയെടുത്ത് കാണാറിയാം, സൂര്യൻ അണിഞ്ഞ സ്ത്രീ തലയിൽ ഒരു കിരീടവും 12 നക്ഷത്രവും കാൽക്കുള്ള ഒരു ചന്ദ്രനും ഇങ്ങനെ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നമസ്കരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നമസ്കരിച്ചിട്ട് അവർ ഈ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു വയ്ക്കുക. ഇവര് പറയുന്നു വേളാങ്കണ്ണി മാതാവാണെന്ന്. പക്ഷേ ബൈബിൾ പറയുന്നു ഇത് വേളാങ്കണ്ണി മാതാവല്ല. ഈ സ്ത്രീ ലോകത്തിൽ ഇവരേക്കും ജനിച്ചിട്ടില്ല. അതാണ് ചരിത്രം. ഈ സ്ത്രീ ജനിക്കണമെങ്കിൽ മഹാ ഉപദ്രവകാലം, അപ്പോഴാണ് ഈ സ്ത്രീ വരുന്നത്. അത് സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്, ഭൂമിയിൽ നിന്ന് വെളിപ്പെടുന്നില്ല. ഭൂമിയിൽ നിന്ന് വെളിപ്പെടുന്ന സ്ത്രീയില്ല, ഇത് സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുത്തുന്ന സ്ത്രീയാണ്. അപ്പൊ നമ്മളെ രാജ്യത്തിൽ ഭൂമിയിലാണ് എല്ലാവരും കൊണ്ടാടുന്നത്, പക്ഷെ ഇവിടെ കൊണ്ടാടുന്നത് ഭൂമിയില്ല, സ്വർഗത്തിലാണ് അവൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ മനസ്സിലാക്കണമേ, ഇവര് കൊണ്ടുവരുന്ന ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഇവരാണ് വിണ്ണരസീന്ന് കൊണ്ടുവരുന്നത്. ഇവരാണ് വിണ്ണരസീന്ന് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ ആകാശ രാജ്ഞി എന്നാണ് ഇവർ കൊണ്ടുവരുന്നത്. പക്ഷെ ഈ സ്ത്രീ ആയവൾ ആകാശ രാജ്ഞിയായിട്ട് ഈ ലോകത്തിൽ ജനിച്ചവളല്ല. ഈ സ്ത്രീ ഇതുവരെയ്ക്കും ഈ ലോകത്തിൽ ഇന്നേയോള കാലം ഈ സ്ത്രീ ലോകത്തിൽ ജനിച്ചിട്ടില്ല. ആമേൻ. അപ്പോ ഇന്ന് മനസ്സിലാക്കണമേ, ഇന്നേയോള കാലം ഈ സ്ത്രീ ലോകത്തിൽ ജനിച്ചിട്ടില്ല, ലോകത്തിൽ അറിഞ്ഞിട്ടുമില്ല, ലോകത്തില് ഉത്ഭാവിച്ചിട്ടുമില്ല. അപ്പോ മനസ്സിലാക്കണമേ, ഈ സ്ത്രീയെ കുറിച്ച് വേദപുസ്തകത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ സ്ത്രീ ഈ സ്വർഗരാജ്യത്തിൽ നിന്ന് വെളിപ്പെടുന്നവളാണ്. അപ്പൊ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ, അപ്പോ മനസ്സിലാക്കണേ, ഇവള് ഗർഭിണിയായി വേദനപ്പെട്ടു. മനസ്സിലാക്കണമേ, ഇവള് വേദനപ്പെട്ടു ഇവള് പ്രസവിച്ച ഉടനെ ഈ കുഞ്ഞ് ദൈവരാജ്യത്തിൽ എടുക്കപ്പെട്ടു. ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ഈ വടിയോട് ഇതിന്റെ അർത്ഥം ജയാളിയെ കുറിക്കുന്നതാ. ജയിക്കുന്നവർ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കും. അതാണ് ജയിക്കുന്നവർ ആ സിംഹാസനത്തിരിക്കുന്നത്. അപ്പോ യേശുവിനോട് സിംഹാസനത്തിൽ ഇരിക്കുന്നവരാണ് ഈ വടി അല്ല അധികാരം. ഇതോടെ അവരെടുക്കപ്പെടുന്നത് മുകളിൽ. അപ്പൊ സ്വർഗരാജ്യത്തിൽ എടുക്കപ്പെട്ടിട്ട് അവൻ സ്ത്രീ ആയവളെ എന്തെന്നറിയാമോ, ഈ വലിസർപ്പം അടുത്ത് കേട്ട് വായിക്കുമ്പോൾ ഒരു വലിസർപ്പം വരിക, 7 തലയും 10 കൊമ്പുള്ള ഒരു വലിസർപ്പം വരിക. ഈ സ്ത്രീയെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. ഈ സ്ത്രീ ആയവൾ എവിടെ പോയി? സ്ത്രീയെടുത്ത് പിശാച് പറഞ്ഞു, നീ ദൈവത്തിന് ആരാധിക്കുന്ന ഉപത്തരിക്കാൻ പറഞ്ഞപ്പോ പിശാച് ഇവിടെ ഉപത്തരിക്കാൻ തുടങ്ങി. ദൈവം ഈ സ്ത്രീക്ക് 2 കഴുകന്റെ ചിറ കൊടുത്തു.